ഇതല്ലേ ഇതന്നെ ഇത് കണ്ടൽ ഇത് കുറേ കഴിഞ്ഞ് ഇത് മൂത്തിട്ടാകുമ്പം ഇത് ഇവിടുന്ന് ഞെട്ടറ്റിട്ട് താഴെ താഴെ വീഴും. എന്നിട്ട് അതിങ്ങനെ കുത്തനാട പതിച്ചിട്ട് പിന്നെ ആടുന്ന് പുതിയ ചെടിയായിട്ട് വളരുന്നത്. ഒരു പുതിയ അറിവാണല്ലേ. അതിൻ്റെ കിടപ്പന്നെ കണ്ട മോന താഴെ മോന കണ്ട. അപ്പോൾ അതിങ്ങനെ കുത്തന പതിച്ച ആടെ തന്നെ കുത്തനെ നിൽക്കും. പിന്നെ ആടുന്ന് പുതിയ ചെടി പുതിയ പുതിയ കണ്ടൽ. ഇതിന് നല്ല രസമുള്ള പൂവുണ്ടാവും. ചുവന്ന പൂ. ചുവന്ന പൂ. ഇപ്പം കണ്ടലിൻ്റെ പൂ. കണ്ടലിൻ്റെ വേറൊരു ഉണ്ട് കായ പിടിച്ചിട്ടുള്ള അതിൻ്റെ ഭംഗിയുണ്ട്. മധുരക്കണ്ടൽ നല്ല മനസ്സ് അത് തിന്നു കടിച്ചിട്ട് ഞാനാണ്. തിരിഞ്ഞു നിന്നാൽ വൃത്തിക്ക് ഇങ്ങനത്തെ വ്യൂ എടുക്കാം. അങ്ങനെ ഒന്നോ അതാ രസം. ഞാൻ പിടിക്കാം. തിരിഞ്ഞിരുന്നോ? ഇനി തിരിക്കാൻ കഴിയില്ല. ഈ സ്ഥലത്തിനെന്താ പറയല്? ഇത് പൊട്ടോ അല്ലേ? കുപ്പംപുഴ. കുപ്പത്തുനിന്ന് വന്ന് ഇവിടെ പട്ടുവത്തെത്തും. പട്ടുവമ്പുഴയായി മാറി വീണ്ടും കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പഴയങ്ങാടി പുഴയായി മാറി. പഴയങ്ങാടി പുഴയാണ് അറിയപ്പെടുന്നത്. ഇത് പൊട്ടോ അല്ലേ? പൊട്ടും പാലം. ഏതാ കണ്ടിപ്പുഴ? കണ്ടിയെന്ന് ഇത് കണ്ടിയാ? ഇപ്പുറം നേരത്തെ വന്നിട്ടേ ഷെഡ് റൈറ്റ് സൈഡിലെ ഇപ്പുറം വന്നത് ഇതല്ലേ? ആടിട്ട കിട്ടൂലേ? എടാ അപ്പുറത്ത് കണ്ടിട്ട് അപ്പുറത്തുണ്ട്. തോണി അക്കരക്കര പോയി എന്നല്ലാണ്ട് ഇങ്ങനെ പോയിട്ടില്ല. പെരിങ്ങേരി കൊത്തില റിങ്ങാണ്. റിങ് ഇട്ട് വെച്ചല്ലേ? അതെന്നാ ഒരച്ചേക്കുന്ന? അത് പ്രാവിനൊക്കെ വിളിക്കണം. വിത്ത് കൊത്താൻ വേണ്ടിയിട്ടേ പ്രാവ് വരും. റിങ്ങൊക്കെ റിങ് അതിനിങ്ങനെ കോഴീൻ്റെ കാല് കെട്ടിയിട്ട് വെക്കും.
മറ്റേ നീർനായി ഉണ്ട്. പത്തോ നീർനായി അറിയാം. കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അത് പാടുന്ന ഇങ്ങനെ പോകുന്നു. ആണെങ്കിലോ ഉണ്ടെങ്കിൽ ഒന്നുമില്ല. തുള്ളി കളിച്ചോക്കുവാ. കുറേ എണ്ണുണ്ടെങ്കിലേ കടിക്കും. ഒരുപാടെണ്ണം വേണം. പക്ഷെ പകലൊന്നും രാത്രിക്ക് ഭയങ്കര. അതാ പോകുന്നു കണ്ടതാ. എടാ അതാ 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 വെള്ളത്തിൽ ആ ഇപ്പം മുങ്ങും. നോക്കുന്നുണ്ട്. ആ രണ്ടെണ്ണം ഉണ്ട്. ഇത് കളിച്ചോക്കുവാ. ഇല്ല നോക്കും. അതിനെ പിടിക്കോ? അതിന് തൂങ്ങേ സോൺ ചെയ്ത് കിട്ടൂല. നോക്കുന്നുണ്ട് നമ്മളെ. എടുക്ക്. കിട്ടുന്നുണ്ട്. നീർനായാന്ന് പറയാം. നമ്മളെ പോയിട്ടു അത് മീൻ പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ബല കൊടുങ്ങൂല. അത് വല കയറുന്നു. ഇപ്പം കരക്കാടിയും കയറും. അതിൻ്റെ മുങ്ങി തക്കം വരാം. ഇവിടെ മുങ്ങിട്ട് അങ്ങനെ പോകും. ഇടയിലുണ്ടായി. ഇടയിലുണ്ടായി. വെറുതെ നോക്കി നോക്കാം. ഇവിടെ ഒരു വല. അതാ കുറേ ഉണ്ടാ. ഇങ്ങനെ ഒച്ചയാക്കും. എന്താ ഒച്ചയാക്കുന്നേട്ടാ? നീർനായി അല്ലേ? നീർനായ. ഒച്ചയൊക്കെ കേട്ടിട്ടേ വല അളക്കുന്നുണ്ടോ? ശരിക്കല്ല ശരിക്കല്ല പറയാ. അത് പേടിക്കണ്ട. അപ്പോൾ ചെറുങ്ങച്ചേരി ഇങ്ങനെ ഒന്ന് ഒരു അനക്കാനങ്ങ് വരും. വല അളക്കുന്നില്ലേ? അതിനെ പിടിക്കുന്നുണ്ടല്ലോ. കണ്ടാ? ഞണ്ടുണ്ടാ? ഒന്നുമില്ലേ? മതിയാക്ക? ഒന്നുമില്ല. എന്നാ മറ്റേ പെരുന്നാറ്റ് കണ്ടീൻ്റെ ഉള്ളിലിട്ട് കൂടെ ആടാ ഞണ്ടുണ്ടല്ലോ. നമ്മളെ ഇപ്പുറത്തെ കേക്കപ്പുറത്തെ. അതിൻ്റെ അങ്ങോട്ട് പോകണം. ഏർത്തോട്ട് പോകണം. ഇതിനിടക്ക് നമ്മളെ അളിയല്ലോ തൊഴിലുറപ്പിന് പോയിട്ട് അവിടെ വെറുതെ ഒരു കഷ്ണം പലിയിട്ട് എത്ര റെഡ് കിട്ടിയെന്നറിയാം. അതറിഞ്ഞിട്ട് ആ ഗംഗാട്ടിനില്ലേ, ഗംഗാട്ടിന് ഇപ്പം കണ്ടീൻ്റെ ഉള്ളിൽ തന്നെ. വലിയ ഞണ്ട്
ചെറിയൊരു കഷ്ണം പറ അത്ര സമയം കിട്ടിയിട്ട് കുറേ കിട്ടി. ഇതിങ്ങനെ വല ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് ഇടാ. ഇവരിവിടെ വല വെറുതെ ഇട്ട് വെക്കുന്നുണ്ട്. അതാണ് വല എടുക്കാണ്ട് ഒരേപോലെ തന്നെ കെട്ടിയിടുന്നല്ലേ. അതന്നെ കെട്ടി കേറണ്ടേ. അതന്നെ കേറണ്ടേ. ഇത് കേറൂല്ല. കഴിഞ്ഞ ഇതൊന്നല്ല, ഇതിനെക്കാളും വലിയ വലിയാണ്. ഇത് കുറച്ച് ഇതാക്കിയിട്ട് മാറ്റിയതോ. വലിക്കുമ്പോ തോയണ്ടേ നേരം? വലിക്കുമ്പോ തോയണ്ട. അത് കണ്ടോ, മീൻ കിട്ടിയാൽ മതി. ഇതിനൊക്കെ കലങ്ങിയ വെള്ളമില്ലേ, ആ സമയത്ത് കിട്ടും നല്ലോണം മീൻ. ഇതിപ്പം വെള്ളം തെളിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വൃത്തിയായിട്ട വെള്ളം. ശരിയായ മീൻകാരിക്ക് അവർ കിട്ടുന്നില്ല രാത്രി പോയിട്ട്. ഇനി വല വലി. ഇനി വല വലിക്കും. മീനുണ്ടോ നമുക്ക് നോക്കാം. ഇത് ആടിക്കൊണ്ട് നിൽക്കും അങ്ങനെ. അതിങ്ങനെ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ആടും. എന്താ കണ്ടലിൻ്റെ കായ ആണല്ലേ, ഇതൊന്ന് മുളച്ച് കഴിഞ്ഞാൽ കണ്ടലിൻ്റെ കായ. ഒന്നുമില്ല അതാണ്. വെള്ളം ഇപ്പം അങ്ങനത്തെ മോശം വെള്ളം അങ്ങനെ. ഈ കേട് വെള്ളം പോലെ ഈ ഒരു പുഴക്കാർ പറയുന്നത് അങ്ങനെ കേട് വെള്ളം പോലെ വല തന്നെ ചെളി പിടിച്ച. വെള്ളമെല്ലാം മീൻ കയറുന്നുണ്ടാവില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ വെള്ളം കച്ചറയായോണ്ട് വെള്ളം കയ്യിലെടുത്ത് നല്ലോണം മീനുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ല കറിക്കെല്ലാം പിടിക്കാൻ പോയിട്ട് കറിക്ക് കിട്ടി. ഇപ്പം ഇതിനിടക്ക് ഒരു ഒന്നും കിട്ടിയില്ല. വെള്ളം അത്രയും മോശം വെള്ളം.
ഒന്നുമില്ല. ഒന്നുമില്ല. പോട്ടെ, നമുക്കൊരു വീഡിയോ ഇല്ലേ. മൊത്തം പുറത്തൊന്നും പോയില്ല. ഏറ്റവും കൊന്നിലൊന്നും കളിഞ്ഞില്ലെങ്കിൽ കഴിക്കും. വിരൽ കിട്ടിയാണ് നല്ല വൃത്തിക്ക് കാണും. വലിയ മീൻ വിരൽ അറിയില്ല, മാലാൻ വിരൽ. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഒരു വലക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വലക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒറ്റ വലക്ക്. ചിലപ്പോൾ അവർക്ക് ഫുള്ള് നല്ല മീൻ കിട്ടും പൈസക്ക്. ചെമ്മീനെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ നിറച്ചും കിട്ടും. ഒരു വലക്കന്നെ 10-22 കിലോ എല്ലാം കിട്ടും. അതൊരു ലക്ക്, ഓരോ ദിവസം ലക്ക് പോലെ ഭാഗ്യാണ് ശരിക്ക്. ചിലവർക്ക് കിട്ടൂല, ചിലവർക്ക് നല്ലോണം. ഒരാളെ ഭാഗ്യം പോലെ. ചിലയാൾ ഇളക്കുന്ന സമയത്തായിരിക്കും നല്ല മീനുണ്ടാവും. ആ ഒരു മീനുണ്ട്, ഇതാ കേട്ട മീൻ. ഇതാ കണ്ടു. ഒരേട്ട ചെറിയ മീനല്ല, വലിയ മീൻ തന്നെ കിട്ടി. കേട്ടോ കിട്ടോ? എന്നിട്ട് ഫ്രഷ് കേട്ടല്ലേ? ആ ഫ്രഷ് സാധനം. അങ്ങനെ നമ്മളെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഫ്രഷ് സാധനം ഐസിലിടാണ്ട്. അങ്ങനെ ഏറ്റവും വലിയ ഗുണം നല്ല ഫ്രഷ് സാധനത്തും. കുടുങ്ങിയത് കിട്ടുമോ? അതാണ് ഇട്ട തന്നെയല്ലേ, ഒഴുകി പോവാതിരിക്കാനുണ്ടല്ലോ. ഒരു തല ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കെട്ടി വെക്കില്ല. അല്ലെങ്കിൽ മുള്ളു കൂട്ടിക്കണം ഇങ്ങനെ. ഈ മുള്ളു കണ്ട ഏട്ടൻ്റെ മുള്ളു കണ്ട? മുള്ളു കൂട്ടിക്കണ്ടേ നമ്മൾ കൈക്ക്. എന്നിട്ട് മുള്ളു മൂന്ന് സൈഡും മുള്ളുണ്ടല്ലേ. അങ്ങനെ നമ്മൾ മീനും പിടിച്ച് മടങ്ങി. ആ കിട്ടിയൊരു വേട്ട, ഒരേട്ടയും 2 മുള്ളനും. വെള്ളത്തിൻ്റെ കാലാവസ്ഥ കൊണ്ട് മീൻ പിടിക്കുന്നില്ല. മോശം വെള്ളം അല്ലേ? ഈ വെള്ളത്തിന് ചേറ് വെള്ളം അല്ലേ? ഒന്നുമില്ല, ഒരേട്ട 2 മുള്ളൻ. മറ്റയാളാണോ മലയാളം? പെട്ടോമ്പാലം. ഈ ചാപ്പക്കെന്ന് പറയല് അങ്ങനെ തീരത്തോടെ എടുക്കുന്നു. ഇങ്ങനെ വെള്ളം പറ്റി എടുത്തോ, നല്ല രസമില്ല കാഴ്ച. വെള്ളത്തിൽ ഇങ്ങനെ പറ്റിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കുത്തനെ പിടിക്കും. അന്നേരം മരവും കിട്ടുന്ന രീതിയിൽ. ആണ്ടാ നോക്കിയിട്ട് അതിൻ്റെ ഇത് ഇപ്പം കുറച്ചപ്പാടാവും. അപ്പം നമ്മ തീരത്തോടെ എടുത്തു. ഹാർബറാണ്. ഹാർബർ ധാരാളം തോണികൾ കണ്ടു. കുറേ നമ്മളെ തോണിയിലുണ്ടല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്.